എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ 3 വ്യത്യസ്ത തരം ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 3 വ്യത്യസ്ത തരം ചമ്മന്തിയിലേക്കായിട്ട് ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കോൽപ്പുളി വെച്ചിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് 50 ഗ്രാം കോൽപ്പുളിയാണ്. പിന്നെ അതിനായിട്ട് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ അല്പം കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് കോൽപ്പുളി വെച്ചിട്ടുള്ള ഒരു ചമ്മന്തി. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുടംപുളി വെച്ചിട്ടുള്ളതാണ്. ഈ കുടംപുളി നമ്മൾ ഉണ്ടായിട്ടുള്ള കുടംപുളിയാണ്. അത് നമ്മൾ കഴുകി വൃത്തിയാക്കി നമ്മളത് എടുത്തിരിക്കുകയാണ്. പിന്നെ അതിലേക്കായിട്ട് നമ്മൾ ഒരു 50 ഗ്രാം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 ടീസ്പൂൺ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്കായിട്ട് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, അല്പം വേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ചമ്മന്തി നമ്മൾ മാങ്ങയും തേങ്ങയും വെച്ചിട്ടുള്ളൊരു ചമ്മന്തിയാണ്. അതിലേക്ക് നമ്മൾ ചെറുകിയ തേങ്ങ എടുത്തിട്ടുണ്ട് 1 കപ്പ്. പിന്നെ അല്പം മാങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്, മാങ്ങ മഞ്ഞ കളറായിട്ട് ഇരിക്കുന്നു, പക്ഷേ നല്ല പുളിയുണ്ട്, പുളിയുള്ള മാങ്ങയാണ് നമുക്ക് വേണ്ടത്. പിന്നെ അതിലേക്ക് അല്പം ചുവന്നുള്ളി മതി. പിന്നെ അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അല്പം വേപ്പില എടുത്തിട്ടുണ്ട്. ഇത് 3നും വ്യത്യസ്ത തരം പ്രിപ്പറേഷനാണ്. ഇനി നമുക്ക് അത് ഓരോന്നും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ നാളികേരം മാങ്ങയും കൂടിയിട്ട് നമ്മൾ ഇത് കുറേശ്ശെ മിക്സർ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്ത് എടുക്കാൻ പോവാണ്. നമുക്കതിനാവശ്യത്തിനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്കത് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ മാങ്ങ ചമ്മന്തി നമ്മൾ മിക്സിയിലടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റു ചമ്മന്തികൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. പുളി ചമ്മന്തിയിലേക്കായിട്ട് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഈ ചെറിയ ഉള്ളി നമുക്ക് ഈ കല്ലിലിട്ടൊന്ന് ചതച്ചെടുക്കാം. നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് ഇങ്ങനെ ചതച്ചെടുക്കാം. ഈ ഉള്ളിയൊക്കെ ഇതേപോലെ ചതച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പുളിച്ചമ്മന്തിയുടെ കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ചുവന്നുള്ളി എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്, കല്ലുമ്മ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു വെച്ച പുളി നമ്മൾ കുരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് നല്ല സോഫ്റ്റാക്കി നമ്മൾ ചെറിയ പീസ് പോലെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു വെച്ച വേപ്പില ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഞാൻ എടുത്തു വെച്ച വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അടുപ്പത്ത് ചീഞ്ചട്ടി വെച്ചിട്ട് നമ്മൾ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാൻ പോവുകയാണ്. ഞാൻ ചൂടായ ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചതച്ച ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വാടി വരുന്ന വരെ നമുക്കത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി ഒരുവിധം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് എരിവിനനുസരിച്ച് ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ കൂട്ടിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച പുളി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിതൊരു സൈഡിലേക്ക് ആക്കാം. നമുക്ക് അതിലുള്ള വെളിച്ചെണ്ണയിലേക്ക് ആ പുളി ഇട്ടിട്ട് നമുക്ക് കയ്യിലുകൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം.
നമ്മൾ ആ വെളിച്ചെണ്ണയിൽ തന്നെ ആ പുളിയൊന്ന് നമുക്ക് കയ്യിലുകൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നമുക്കിനി ഇതെല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ച വേപ്പിലിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു പുളിച്ചമ്മന്തിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നമുക്ക് ചോറുണ്ണാനും കഞ്ഞിക്കൊക്കെ നല്ലതാണ്. നമുക്കിത് വെള്ളമൊന്നും ചേർക്കാത്ത കാരണം ഇത് കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാനും പറ്റും. ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കത് കുപ്പിയിലിട്ട് സൂക്ഷിക്കാം. അപ്പോൾ നമ്മുടെ കുടംപുളി ചമ്മന്തിയിലേക്കായിട്ട് നമ്മളെടുത്ത് വെച്ച ഉള്ളിയൊക്കെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. ആ വറ്റൽമുളക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് മിക്സിയിലേക്ക് ഞാൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ച കുടംപുളി ഇട്ടിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കാൻ പോകാം. നമുക്കതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുടംപുളി ചമ്മന്തിയിലേക്കായിട്ട് ആ കുടംപുളി മിക്സർ ഗ്രൈൻഡറിലിട്ട് ഇതേപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പാനിൽ അടുപ്പം വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് ഞാൻ ചതച്ച് വെച്ച ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് അതൊന്ന് വാട്ടിയെടുക്കാം. നമുക്കൊരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കത് വാട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചുവന്നുള്ളി നന്നായിട്ട് ബ്രൗൺ കളറായി വരുന്നുണ്ട്. നമ്മളതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. നമ്മളതിലേക്ക് ഞാൻ ക്രഷ് ചെയ്ത് വെച്ച വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂടിയും കുറവും നമുക്ക് വേണമെങ്കിൽ ഇടാം. നന്നായിട്ട് നമുക്കത് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഒരുവിധം നമ്മളുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് എടുത്ത് വെച്ചാൽ വേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കിയിട്ട് നമ്മളുടെ കുടംപുളി അരച്ചത് നമുക്കതിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം. നമുക്കിത് നന്നായിട്ട് യോജിപ്പിച്ച് നമുക്ക് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് നമുക്കത് ചൂടാറാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് മിക്സിയിലൊന്നത് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോഴാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു. നമുക്കത് ചൂടാറാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ കുടംപുളിയുടെ കൂട്ട് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സർ ഗ്രൈൻഡറിലിട്ട് നമുക്കതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ 3 തരം വ്യത്യസ്ത രുചികളിലുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ തേങ്ങ മാങ്ങി വെച്ചിട്ടുള്ള ചമ്മന്തി, ഇത് കോൽപ്പുളി വെച്ചിട്ടുള്ളൊരു ചമ്മന്തിയാണ്, ഇത് കുടംപുളി വെച്ചിട്ടുള്ളൊരു ചമ്മന്തിയാണ്. നല്ല രുചിയാണ്. നമുക്ക് ഒരു ലേശം മതി, നമുക്ക് വയറ് നിറയെ നമുക്ക് ചോറുണ്ണാം. ഈ ചമ്മന്തി നമുക്ക് ഇഡ്ലിയുടെയും ദോശയുടെയും കൂടെ കഴിക്കാനും വളരെ നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.